നോക്ക്, ഏറ്റവും ഉയരത്തുനിന്നും ചാടി ഇതാ സണ്ണി നേടിയിരിക്കുകയാണ് റെക്കോർഡ്. നമ്മുടെ അടുത്ത ചാപ്റ്റർ സിംഗർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും സംഗീതം കണ്ടെത്തിയിരിക്കണം. അത് ശരിയാണ് കൂട്ടുകാരെ, എല്ലാ വസ്തുക്കളിലും മ്യൂസിക് ഒളിഞ്ഞിരിപ്പുണ്ട്. അല്ല, സത്യത്തിൽ ഈ മ്യൂസിക് ഒളിച്ചിരിക്കുന്നത് എന്തിനാണ്? അതാരെങ്കിലും പേടിക്കുന്നുണ്ടോ? ഞാൻ തന്നെ അങ്ങ് കഴിച്ചേക്കാം. ഒന്നും വേസ്റ്റ് ആകില്ല, നല്ല ടേസ്റ്റ് ഉള്ളതല്ലേ. അയ്യോ, പുലികളുടെ കൂടെ കഴിയുന്നൊക്കെ. എന്തേ എന്തേ മലക്കേറാൻ താമസം. ആ സണ്ണി, നിനക്ക് ഉച്ചസ്ഥായിയിൽ സ്വരം പാടാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ആ മലമുകളിൽ കൊണ്ടുവന്നത്. ഇനി നീ താഴെ സ്ഥായിയിൽ പാടിയാലും ഉച്ചസ്ഥായിയിലേ കേൾക്കുള്ളൂ. അയ്യോ അയ്യോ, ഓടിക്കോ സണ്ണി, പാറക്കല്ലിളകി വരുന്നുണ്ടേ. അയ്യോ ഓടാം, കൈപൊക്കി ചാടാം, ഉടനോടിടാം. അയ്യോ പാട്ടൊന്ന് നിർത്ത. ആരാ ഇങ്ങനെ കിടന്ന് വലിച്ചു കീറുന്നത്? മിണ്ടാതിരിക്കൂ. കൂട്ടുകാരെ, ബണി, ഇനി ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിക്കാം. പടുസാ വേഗം സോറി പറഞ്ഞ് കാര്യം അവസാനിപ്പിക്കേ. അടുത്ത പ്രാവശ്യം നീ ഇങ്ങനെ എടുക്കരുത്. നോക്ക്, ഞാൻ സണ്ണിയെക്കാട്ടി നന്നായി പാടും. പക്ഷേ കോമ്പറ്റീഷൻ ഞാൻ എപ്പോഴും സീരിയസ് ആയിട്ടേ കാണൂ. പിന്നെ പ്രാക്ടീസും ചെയ്യും. നിങ്ങൾ എന്നെ പ്രാക്ടീസ് ചെയ്യിക്കാൻ റെഡിയല്ലേ? ഞങ്ങളെല്ലാരും റെഡിയാണ്. ഇനി പറഞ്ഞതൊക്കെ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യേ. സരിഗമ പദനിസ, സരിഗമ പദനിസ, സരിഗമ പദനിസ, സരിഗമ പദനിസ. ഹണി എന്റെ സൂപ്പർ സ്റ്റാർ സരിഗമപ. ഹണി എന്റെ സൂപ്പർ സ്റ്റാർ സരിഗമപ. താങ്ക് യു. ഇത് കേട്ടിട്ട് എനിക്ക് ലജ്ഞ വരുന്നു. എനിക്ക് ഒറ്റ ഇരിപ്പിന് 200 ലഡ്ഡു കഴിക്കാൻ കഴിയുമല്ലോ. നാളെ നമുക്ക് നിങ്ങൾ രണ്ടുപേരുടെ മ്യൂസിക് കോമ്പറ്റീഷൻ വെച്ചാലോ? അതിൽ ജയിക്കുന്നത് ആരാണോ അവരായിരിക്കും മ്യൂസിക് സാമ്രാട്ട്. മാത്രമല്ല, അയാളുടെ കൂടെ ഞാൻ ഡ്യൂറ്റ് പാടും. അതെ, ഞാൻ റെഡിയാണ്. ഇന്ന് രാത്രി ഞാൻ സക്സസ് പാർട്ടി വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ എല്ലാരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹണി ബണി പോപ്പട്ട് ജോർദാർ, നിങ്ങൾ വന്നേക്ക്. അയ്യോ, ഈ വീഡിയോ എന്റെ ഒന്നും അല്ല. ഞാൻ പറഞ്ഞില്ലല്ലോ പുലികളുടെ കൂടെ കഴിയുന്നൊക്കെ. സക്സസ് പാർട്ടി വെച്ചിട്ടുണ്ട്. ഇവനോട് ചോദിച്ചാ മതി. അപ്പൊ എന്താ പാടാൻ പാടില്ലാത്തെന്ന് അവ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. സത്യത്തിൽ നീ ഒരു ഫണ്ണിയാടാ. വാ പോകാം ഹണി ബണി. നല്ല രസമുണ്ട്. പക്ഷെ ഇത് മറ്റാരെങ്കിലും ആണോ? അതെ, ഞങ്ങൾ എല്ലാവരും നല്ല ടാലന്റ് ഉള്ളവരാ. സണ്ണിക്ക് മാത്രമല്ല ഉള്ളത്. സംശയമുണ്ടോ? ഗംഗാറാമെന്നാണ് എന്റെ പേര്. പറയൂ, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇങ്ങനെയാണ് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്ന്? എനിക്ക് തോന്നുന്നത് നിന്റെ തലയ്ക്ക് നല്ല സുഖമില്ലെന്നാണ്.
ആ മോനെ, സംഗീതം വലിയൊരു സാഗരമാണ്. അത് ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് പഠിക്കുക? അത് ഏകദേശം 3 ദിവസമെങ്കിലും എടുക്കും. അതും ശരിയാണ്. ആ, എനിക്കാണെങ്കിൽ 3 വർഷം എടുത്തു. നല്ല രസമുണ്ട്. പക്ഷെ ഇത് മറ്റാരെങ്കിലും ആണോ? ഇല്ല മോനെ, കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഞാൻ ക്ലാസ്സിൽ പോകണ്ടെന്ന് വെച്ചു. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോ എല്ലാം പഠിച്ചു. അതിനൊരു ഡബിൾ ടാലന്റ് വേണം. എന്റെ പേരിൽ 2 റെക്കോർഡും ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നീ ഒരു പേടിത്തൊണ്ടാണ്. അല്ല മോനെ, ക്ലാസ് കയറാത്തതിന്റെയാ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ കുറച്ചു നാൾ ക്ലാസ് കയറിയില്ലായിരുന്നു. ഇനി എന്തായാലും സോർദാറിന്റെ കഥ കഴിക്കേണ്ടത് തന്നെ. പിടിച്ചു. അത് ശരി, തൊട്ടുകളിയല്ലേ. ഈ കളിയിൽ തോൽപ്പിക്കാനായിട്ട് ആരും തന്നെ ഇല്ല. നമുക്ക് എന്നാൽ കളിച്ചു നോക്കാം. ഇന്ന് ഈ ഡോഗ് എന്റെ ഇരയാണ്. കൂട്ടുകാരെ, ആ കഴുകൻ അവരെ കൊണ്ടുപോയി. പേടിക്കണ്ട, അവർ രണ്ടുപേരും കളിക്കുകയാണ്. അവർ രണ്ടുപേരും കൂട്ടുകാരാണ്. സംശയമുണ്ടോ? ശരി വാ, നമുക്ക് ഉടൻ തന്നെ പോകാം. കന്നാ സാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഷബ്നമിനോട് ഒരു ബൈ പറയാനുള്ള അവസരം പോലും കിട്ടിയില്ല. കഷ്ടായി പോയി. ഒരു കുഴപ്പമില്ല. നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോ അവരോട് തീർച്ചയായിട്ടും യാത്ര പറയാം. വരൂ. ഞാനാ പൂച്ച ചുറ്റും സിറ്റിയിൽ വിത്ത് ഓൾ മൈ ഫ്രണ്ട്സ്. മൈ നെയിം ഈസ് ബണ്ണി. കണ്ടാലോ ഫണ്ണി. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് ഈ പുതിയ ട്രെൻഡ്. ഞാനാണ് ഈ പൂച്ച. യോ ബണ്ണി once more. ഞാനും പൂച്ച, നീയും പൂച്ച. ആടാം പാടാം കൂട്ടായി കൂടാം. ലോട്ട്സ് ഓഫ് ഫൺ. കിറ്റി നീയാ സ്വീറ്റ്, ലവ് വിൽ സ്പെഷ്യൽ ട്രീറ്റ്. നിന്നെ പോലെ നീയല്ലാതെ വേറെ ഇല്ല സ്വീറ്റ്. യോ ഓ, എത്ര സ്വീറ്റ് ആയിട്ടാ നീ പാടുന്നത് ബണ്ണി. ഞാനിത് കോഫി ഉണ്ടാക്കിയത്. പക്ഷെ നീ പാടുന്ന കേട്ടപ്പോ എനിക്കിത് പായസം പോലെ തോന്നി. ദാ നോക്ക്, സണ്ണിയുടെ സാഹസങ്ങൾ. ഏറ്റവും ഉയരത്തുനിന്നും ചാടി ഇതാ സണ്ണി നേടിയിരിക്കുകയാണ് റെക്കോർഡ്. ആ, നിന്റെ ഓട്ടോഗ്രാഫ് ഞാൻ തീർച്ചയായും വാങ്ങിക്കും സണ്ണി. നീ ആദ്യം ഒന്ന് പാടി കേൾപ്പിക്ക്. ഇന്ന് രാത്രി ഞാൻ ഒരു സക്സസ് പാർട്ടി വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ എല്ലാരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹണി ബണി പോപ്പട്ട് സോർദാർ, നിങ്ങൾ വന്നേക്ക്. ഞാനാണ് സണ്ണി. അയ്യോ, വളി പോയല്ലോ. സോറി സർദാർ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. താങ്ക് യു. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരന്റെ ജീവൻ രക്ഷിച്ചു. അതൊന്നും വലിയ പ്രശ്നമേ അല്ല. എന്താ പറഞ്ഞേ? ഇതത്ര വലിയ പ്രശ്നമൊന്നും അല്ലെന്നോ? എടാ കണ്ടമ്പൂച്ചേ, ആദ്യം എനിക്ക് നിന്നെ തന്നെ തിന്നണം. ഞാൻ ടൊമാറ്റോ ഗ്രേവി തൊട്ട് ഇവനെ നന്നായി തിന്നും. ഹലോ, അതൊക്കെ പോട്ടെ. ആരാണ് നിങ്ങൾ? എന്റെ പേരാണ് ഷബ്നം. ഇഷ്ടമുള്ളവർ എന്നെ ഷബെന്ന് വിളിക്കും. നിന്റെ പേരെന്താണ്? ഇന്ദു, ബിന്ദു, സന്ധ്യ, മീര. അല്ല, എന്താ ഇത്? ഞങ്ങളെ കണ്ടിട്ട് പെൺകുട്ടികളെ പോലെയാണോ തോന്നുന്നത്? ഇന്റലിജന്റ് പോപ്പറ്റ്. ഇവൻ എന്തായാലും എനിക്ക് റോസ്റ്റ് ചെയ്ത് കഴിക്കണം. അടിപൊളി. എന്തായാലും കുറച്ച് ക്യാരറ്റ് കഴിച്ചേക്കാം. ഇന്ന് രാത്രിത്തെ ആഹാരത്തിനുള്ള വകയായി. ഹായ് ഷബ്നം ജി. ഇത് കണ്ടോ, എത്ര മനോഹരമായ ആമയാ. അയ്യോ, ഇത് ആമയല്ല, ഇത് മൊയലാണ്. ആമ എഴഞ്ഞ നീങ്ങാറുള്ളത്. എത്ര നല്ല ജോക്കാണ്. ഇവന് പേര് ആമയെന്നാ. എന്റെ കൂട്ടുകാരനാ. അല്ലടാ ആമേ. ദാ നോക്ക്, സമയം ഒരുപാടായി. വീട്ടിൽ പോവാൻ നോക്ക്. ചെല്ല് ചെല്ല്. അതൊക്കെ പോട്ടെ, ഈ രാത്രിയില് നീ ഇവിടെ എന്തെടുക്കുക? എനിക്കിപ്പോ വല്ലാതെ വിശക്കുന്നുണ്ട്. ഓഹോ, എങ്കിൽ
നീ എന്റെ വീട്ടിലേക്ക് വന്നോ, നിനക്ക് പനീർ പസന്ത ഉണ്ടാക്കി തരാം. അടിപൊളി. എനിക്കാണെങ്കിൽ പനീർ പസന്ത ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഓഹോ, കൂട്ടുകാരിൽ നോ സോറി നോ താങ്ക് യു. മനസ്സിലായല്ലോ. നീ എനിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുകയല്ലേ? ഞാൻ നിന്നെ എന്തെങ്കിലും കാര്യത്തിന് സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കൂട്ടുകാരിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യാറില്ല. നിറങ്ങൾ മാറുന്നത് എനിക്ക് നീ ഇഷ്ടമാണ്. പറഞ്ഞ ഈ ആഗ്രഹം ഞാൻ ഇപ്പൊ തന്നെ സാധിച്ചു തന്നേക്കാം. ഓക്കെ, കഴിഞ്ഞു. പാട്ടൊന്നു പാടാ കൂട്ടത്തിലാടാ പാട്ട് ഞങ്ങൾ പാടട്ടെ യോ. യോ, അപ്പൊ ശരി, യായില് പാടിക്കോ. എടാ, ഇവിടെ അന്താക്ഷരി അല്ല നടക്കുന്നത്, ബെറ്റലാണ്. ഇനി സണ്ണിയുടെ ഊഴമാണ്. പുലികളുടെ കൂടെ കഴിയുന്നൊക്കെ. സരിഗമ പധനി സാ സാ. സണ്ണി മോനെ വേഗം തുടങ്ങിക്കോ. സ്റ്റേജിന്റെ പുറകിൽ നിൽക്കുന്ന സണ്ണിയ സൂപ്പർ സ്റ്റാർ എന്ന് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു കഴിക്കാറ്റ്. കണ്ടാൽ സണ്ണി സൂപ്പർ സ്റ്റാർ, ആളൊരു സുന്ദര കോമളനാ, നന്നായി പാടും ഭീകരനാ, ലുക്കിൽ മാർക്കോ സണ്ണനാ. സണ്ണിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്ത് വേണമെങ്കിലും. ഇന്ന് നമ്മുടെ സണ്ണി 500 ഗോൾഡ് കപ്പ് കഴിച്ച് കാണിക്കും. സണ്ണി, നീ ഇപ്പൊ ബണ്ണി സിംഗറിനേക്കാൾ ഒരു പടി മേലെ കേറിയല്ലോ. ദാ നോക്ക്, വീട്ടിൽ നിങ്ങൾ സ്ഥിരം കഞ്ഞിയായിരിക്കുമല്ലോ അല്ലേ? വിവരമില്ലാത്ത പിള്ളേരെ. നിന്റെ പുറകിലിരിക്കുന്നത് കള്ളൻ, കള്ളൻ, കള്ളൻ. അയ്യോ, ഈ വീഡിയോ എന്റെ ഒന്നും അല്ല. പുലികളുടെ കൂടെ കഴിയുന്നൊക്കെ. അത് ശരി. സരിഗമ പധനി സാ. എന്റെ ഉള്ളിൽ സംഗീതമാ. സണ്ണി ചീറ്റ് ചെയ്തതാണ്. ഇത് സംഗീതം പഠിപ്പിക്കുന്ന മാഷാണ്. ചാടി, ഇതാ സണ്ണി നേടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ നീ ഒരു പേടിത്തൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ശരി, ഓക്കെ. എന്നാ പിന്നെ നീ അടുത്ത വരി കൂടെ ഒന്ന് പാടി കേൾപ്പിച്ച് നോക്കട്ടെ. നീ ഇതേത് അടുത്ത വഴിയുടെ കാര്യം ഈ പറയുന്നേ? നിനക്കെന്താ കാര്യം മനസ്സിലായില്ലേ? ഈ സണ്ണി നമ്മളെ ചതിച്ചതാ. ബണ്ണി അവന്റെ സ്വന്തം പാട്ടാ പാടിയത്. നിന്നെ പോലെ ചീറ്റ് ചെയ്തിട്ടില്ലേ സണ്ണി? ചാടി, ഇതാ. അയ്യോ, ഈ വീഡിയോ എന്റെ ഒന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ പുലികളുടെ കൂടെ കഴിയുന്നൊക്കെ. അത് ശരി. ഇന്ന് ശബ്ദം പോപ്പട്ടിനെ കഴിക്കാൻ പോവുകയാണ്. പക്ഷെ ഈ പോപ്പട്ടിനെ ഞാനേ കഴിക്കുകയുള്ളൂ. അയ്യോ, ജഗ്ഗു, നീ എന്തായി കാണിക്കുന്നേ? സോറി ശബ്ദു, എന്റെ കണ്ണട താഴെ വീണുപോയി. അതുകൊണ്ട് ഉന്നം തെറ്റിപ്പോയത്. ഞാൻ ആ പോപ്പട്ടിനെയാണ് പിടിക്കാൻ നോക്കിയത്. നിനക്ക് ഈ പോപ്പട്ടിനെ പിടിക്കാൻ കഴിയില്ല. ഈ പോപ്പട്ടിനെ ഞാനേ തിന്നുകയുള്ളൂ. നീ ഫ്രണ്ട് ആണെങ്കിൽ വേഗം അവിടുന്ന് മാറ്. ഞാനൊന്ന് കാണട്ടെ നീ എങ്ങനെ ഇതിനെ കഴിക്കുന്നതെന്ന്. താങ്ക് യു ശബ്ദം. അവനെ അങ്ങനെ തന്നെ പിടിച്ചോ. ഞാൻ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഓഹോ, നീ എന്തായി കാണിച്ചത്? പോപ്പട്ടിനെ കഴിക്കാനുള്ള പ്ലാൻ നശിപ്പിച്ചില്ലേ? നീ എപ്പോ പ്ലാൻ ഇട്ടാലും ശരി, ആ പ്ലാൻ നശിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ പ്ലാൻ. ഹണി ഒരു മണ്ടനാണ്. ആദ്യം അവനെ തന്നെ പിടിച്ചേക്കാം. അടിപൊളി സ്ഥലം തന്നെ. എന്റെ ഫേവറേറ്റ് സ്ഥലമാണ്. ശരി, 3 പേര് പഞ്ചിങ് ജമ്പിങ് ചെയ്യാം. ഓക്കെ? ആദ്യം ഞാൻ ജമ്പ് ചെയ്യാം. വേണ്ട, നെക്സ്റ്റ് റൗണ്ടിൽ നീ എന്നോടൊപ്പം ചാടിയാ മതി. ഓക്കെ? നീ ഭയങ്കര ധൈര്യശാലിയാണ്. ബെൽറ്റ് ഇടാതെയാണല്ലോ നീ പഞ്ചി ജമ്പിങ് ചെയ്തത്. നല്ല രസമാണ്. സംശയമുണ്ടോ? എന്ത് രസമാണ് പറയുന്നത്? എനിക്ക് വല്ലാതെ പേടിയാകുകയാണ്.
നോക്ക്, ആ വരുന്നതാണ് സിഎമ്മിന്റെ വണ്ടി. CM-നെ നമ്മൾ കിഡ്നാപ്പ് ചെയ്യും, എന്നിട്ട് നമ്മുടെ ബോസിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കും. അതെ, പക്ഷെ എല്ലാം നോക്കിയും കണ്ടും വേണം ചെയ്യാൻ, മനസ്സിലായോ? ഒന്ന് നിക്കണ്ടേ സാറേ, ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അയ്യോ എടാ കഴുതേ, നീ എന്തൊക്കെയാ ഈ ചെയ്യുന്നേ? എടാ നീ സിഎമ്മിന്റെ വണ്ടി തന്നെയാണല്ലോ പിടിച്ചു നിർത്തിയത്. പുറത്തിറങ്ങി മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വരാൻ നോക്ക്. ഈഷ്, ഒരു പോലീസുകാരനായ താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇയാൾ എന്നെക്കാളും വലിയ കഴുതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കിഡ്നാപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? അവർ സിഎമ്മിനെ കിഡ്നാപ്പ് ചെയ്യാണ്. ഈഷ്, ആരും ഒന്നും ചെയ്യരുത്. CM സാർ ഇപ്പോൾ കൺപോയിന്റിലാണ്. അയ്യോ, കൂട്ടുകാരെ, അവർ CM സാറിനെ കൊണ്ട് ബൈക്കിൽ പോവുകയാണ്. എടാ, അവർ CM സാറിനെ അല്ല, എന്റെ ജോലിയും കൊണ്ടാണ് പോകുന്നത്. കൂട്ടുകാരെ, അവരെ പിടിക്കണം, പുറകെ വിട്ടോ.